ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما يا أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മക്കളുടെ കാര്യത്തിൽ ഓരോ രക്ഷിതാവും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആശങ്കക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ദിനേന എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളുമൊക്കെ നമ്മുടെ മക്കളുടെ ഭാവി എന്തായിരിക്കും, ആ ഒരു ആശങ്ക നമ്മളിലുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ പലപ്പോഴും ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് നടത്തുന്ന തോന്നിവാസങ്ങൾ, നമ്മുടെ സമീപ പ്രദേശത്ത് പോലും പല ദിവസങ്ങളിലും പിടിക്കപ്പെട്ട MDMA കണക്കുകൾ, ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കിലോ കണക്കിന് കഞ്ചാവ് പിടിച്ചതിൻ്റെ കണക്കുകളൊക്കെ ഇത് ഉപയോഗിക്കുന്ന തലമുറയുടെ വിഷയത്തിലും ആ തലമുറയിലെ ഒരു രക്ഷിതാവാണെന്ന നിലക്കും നമ്മെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിലേറെ വലിയ ഒരു ആശങ്ക, ആരാണോ ഈ തെറ്റുകൾ തിരുത്തി കൊടുക്കേണ്ടത്, തിരുത്തി കൊടുക്കേണ്ടവർ തന്നെ അതിൻ്റെ സംരക്ഷകരായിക്കൊണ്ടും സഹായികളായിക്കൊണ്ടും മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. ആരാണോ ഇത് പിടിച്ചു നിർത്തേണ്ടത്, അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാവട്ടെ, സാംസ്കാരിക സംഘടനകളാവട്ടെ, ഇത്തരത്തിൽ ഏതെല്ലാം തെറ്റുകൾ കുട്ടികൾ ചെയ്താലും അവരെ അതിന് സപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥ, അവന്റെ കൂടെ നിൽക്കുന്ന അവസ്ഥ, അതിനുവേണ്ടി സമരപ്രഖ്യാപനങ്ങൾ നടത്തുന്ന അവസ്ഥ, ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സമൂഹത്തിലെ ഒരു രക്ഷിതാവ് എന്ന നിലക്ക് മാത്രം
നമ്മെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഒരു രക്ഷിതാവെന്ന നിലക്ക്. കാരണം നമ്മുടെ മക്കളോട് നമുക്കുള്ള കടമയുടെ അത്ര ഒരു കടമയും വേറൊരാൾക്കും ഉണ്ടാവണമെന്നില്ല. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ആശങ്കപ്പെടുന്ന അത്ര ഒരു ആശങ്ക ഒരു നേതാവിനും ഉണ്ടാവണമെന്നില്ല. ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ്. എന്നാൽ എന്താണ് പരിഹാരം? ഞാൻ ഈ പറയപ്പെട്ട ഓരോന്നും നമ്മുടെ കൺമുന്നിൽ കണ്ട കാഴ്ചകളും നമ്മൾ വായിച്ച വാർത്തകളും നമ്മൾ കണ്ട മീഡിയകളിൽ വന്ന വാർത്തകളും ഒക്കെയാണ്. എന്നാൽ എന്താണ് പരിഹാരം? ഏതെങ്കിലും ഒരു ദിവസം ലഹരി വിരുദ്ധ ദിനം എന്ന് പറഞ്ഞ് ആചരിച്ചാൽ പരിഹാരമാകുമോ? ഏതെങ്കിലും സ്കൂളിന്റെ മുന്നിൽ വലിയ ബോർഡ് വെച്ചാൽ പരിഹാരമാകുമോ? അതിനുവേണ്ടി കുറച്ച് പ്ലക്കാർഡ് വെച്ചുകൊണ്ട് കുട്ടികളെ റോഡിലൂടെ നടത്തിയാൽ പരിഹാരമാകുമോ? ഈ നാടിനെ മുഴുവൻ നന്നാക്കുന്ന പരിഹാരമല്ല പറയുന്നത്. മറിച്ച് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് ചില പരിഹാരങ്ങളുണ്ട്. നമ്മുടെ മക്കൾ വഴിതെറ്റാതിരിക്കാൻ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ആശങ്കപ്പെടുന്ന രക്ഷിതാവിനോട് 4 കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ നമ്മുടെ ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ മക്കൾ വഴിതെറ്റാതിരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്ന് പറയുന്ന രക്ഷിതാവ് മാതൃകായോഗ്യനാവണം. നമ്മൾ റോൾ മോഡലായി മാറണം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യത്തെ കാഴ്ച അവന്റെ പിതാവിലും അവന്റെ മാതാവിലുമാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ, നമ്മുടെ പെരുമാറ്റം എങ്ങനെ, നമ്മുടെ സംസാരം എങ്ങനെ, നമ്മുടെ ദേഷ്യപ്പെടലുകൾ എങ്ങനെ, എല്ലാം നമ്മുടെ മക്കളും നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നിന്റെ വീട്ടിലെ ഒന്നാമത്തെ കണ്ണാടി അത് നിന്റെ കുട്ടിയാണ്. നിന്റെ ജീവിതം എന്താണെന്ന് നിനക്കറിയണോ, നിന്റെ മകനെ നോക്കിക്കോ. ചെറിയ പ്രായത്തിൽ കുട്ടികൾ അവരുടെ കൂട്ടുകെട്ടിൽ പെട്ടിട്ടല്ല മോശമാകുന്നത്. ചെറിയ പ്രായത്തിൽ കുട്ടി കളവ് പറയുന്നത് പലപ്പോഴും അത് വീട്ടിൽ നിന്ന് പലരുടെയും സംസാരങ്ങളിലൂടെയോ പെരുമാറ്റങ്ങളിലൂടെയോ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്ന ഒരു വാചകമുണ്ട്. മഹാനായ ഉത്ബത്ത് ഇബ്നു അബി സുഫിയാൻ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഒരാള് തൻ്റെ മകനെങ്ങനെ ഉപദേശിക്കുന്നത് കണ്ടപ്പോൾ ഈ ഉത്ബത്ത് ഇബ്നു അബി സുഫിയാൻ റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു വാചകമുണ്ട്. നീ ലിയകുൻ ഔൽ ഇസ്ലാഹക ലിവലദിക ഇസ്ലാഹക ലിനഫ്സിക, നീ ആദ്യം നിന്റെ കുട്ടിനെ ഉപദേശിക്കുമ്പോൾ ആദ്യമായിട്ട് നീ നന്നാക്കേണ്ടത് നിന്നെ തന്നെയാണ്. ആദ്യത്തെ സംസ്കരണം അത് നിന്റെ കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. നീയാണ് ആദ്യം മാറേണ്ടത്. കാരണം ആ മക്കളുടെ എല്ലാ കണ്ണുകളും നീയുമായിട്ട് ബന്ധിക്കപ്പെട്ടതാണ്. നിന്നിലേക്കാണ് അവർ നോക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അവന്റെ അടുക്കൽ നന്മ എന്ന് പറഞ്ഞാൽ നീ പ്രവർത്തിക്കുന്നതൊക്കെയാണ്. നീ എന്താണോ പ്രവർത്തിക്കുന്നത് അതാണ് അവന്റെ അടുക്കൽ നന്മ. അവൻ ഖുർആൻ നോക്കിയിട്ടല്ല നന്മയും തിന്മയും തിരിച്ചറിയുന്നത്. അവൻ ഹദീസുകൾ വായിച്ചിട്ടല്ല, മറിച്ച് എന്റെ വാപ്പ ഇങ്ങനെയാണ്, എന്റെ ഉമ്മ ഇങ്ങനെയാണ്. എന്നിട്ട് വീണ്ടും പറയാണ്, വൽ ഖബീഹു ഇൻദഹും മാ തറക്, നീ എന്താണ് ഒഴിവാക്കുന്നത് അതാണ് കുട്ടിനെ സംബന്ധിച്ചിടത്തോളം തിന്മ. ഈ ഒറ്റ വാചകത്തിൽ പ്രിയപ്പെട്ടവരെ ഒട്ടുമിക്ക ഭാഗങ്ങളും വന്നു. ഒരു വാപ്പ ചെയ്യുന്നത് കാണുമ്പോൾ കുട്ടി വിചാരിക്കുന്നത് അത് നന്മയാണ്. വാപ്പ സിനിമക്ക് പോകുന്നത് കാണുമ്പോൾ ആ കുട്ടിയെ നമുക്ക് തിരുത്താൻ കഴിയുകയില്ല, കാരണം എന്റെ വാപ്പ ചെയ്യുന്നുണ്ട്. ഒരു ഉമ്മ കളവ് പറയുമ്പോൾ ആ കുട്ടിയെ തിരുത്താൻ കഴിയുകയില്ല, എന്റെ ഉമ്മ ചെയ്യുന്നുണ്ട്, എന്റെ ഉമ്മ പറയുന്നുണ്ട്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വാപ്പയും ഉമ്മയും ചെയ്യുന്നതെല്ലാം അവന് നന്മയാണ്. അവരെന്തെല്ലാം ഒഴിവാക്കുന്നുണ്ടോ, അവർ നമസ്കാരം ഒഴിവാക്കുന്നുണ്ടോ, എങ്കിൽ ആ കുട്ടിയെ നമസ്കരിക്കാൻ കിട്ടൂല. അവർ ദീനീ കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ടോ, ആ കുട്ടിയെ ദീനീ കാര്യങ്ങളിൽ കിട്ടൂല. അവിടെയാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാതൃകായോഗ്യരാവണം. ഓരോ രക്ഷിതാവും തൻ്റെ മക്കളുടെ വിഷയത്തിൽ റോൾ മോഡലുകളായിട്ട് മാറണം. കുട്ടിക്ക് പറയാൻ കഴിയണം, എൻ്റെ വാപ്പയിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്, എൻ്റെ ഉമ്മ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സുന്നത്ത് ചെയ്യാൻ തുടങ്ങിയത്. അതിലേക്ക് നമ്മൾ എത്തണം. അതിൽ തന്നെ ഈ മാതാപിതാക്കളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഗൗരവമാർക്കാ ഉമ്മയുടെ വിഷയത്തിലാണ്. നമ്മൾ പറയും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെടേണ്ടത് ആരോടാ? അപ്പൊ പറയും, ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാ? പിന്നെയും നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ്? പിന്നെയും നിന്റെ ഉമ്മയോടാണ്. പിന്നെയാണ് നിന്റെ വാപ്പയോട്. 3 തവണ പറഞ്ഞത് ഉമ്മയാണെങ്കിൽ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ കടമയുള്ളത്. നിങ്ങളോളം കടമ വേറൊരാൾക്കില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഒരു കുട്ടിയുടെ മദ്രസ എന്ന് പറഞ്ഞാൽ അത് ഉമ്മയാണ്. ആ ഉമ്മയുടെ മടിയിൽ കിടന്ന് ഉമ്മയുടെ മാറിലേക്ക് തന്റെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന സമയത്തെല്ലാം ആ കുട്ടി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പണ്ട് ഉമ്മ ആ അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന സമയത്തായിരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിരുന്നത്. ആ അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന സമയത്തായിരിക്കും നല്ല നല്ല വാക്കുകൾ ആ കുട്ടിയോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴോ മടിയിൽ കുട്ടിയുണ്ടാകും, കുട്ടിയുടെ തല ഇങ്ങനെ കയ്യിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടാകും, മറ്റേ കയ്യിലാകട്ടെ മൊബൈൽ പിടിച്ചുകൊണ്ട് റീലുകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് നമ്മൾ പറയാണ്, എന്തേ ഈ കുട്ടി ഇങ്ങനെയായി പോയി, എന്തുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ മാറിപ്പോയി? അവിടെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഉമ്മയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, ഉമ്മമാര് ശ്രദ്ധിക്കണം. എത്രത്തോളം എന്നാൽ മഹാനായ അബുൽ അസ്വദ് ദുവലി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്. അദ്ദേഹം തന്റെ മക്കളെ വിളിച്ചിട്ട് പറയാണ്, തന്റെ മക്കളെല്ലാവരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഖദ് അഹ്സൻതു ഇലൈക്കും സിഗാറൻ വകിബാറൻ വഖബ്ല അൻ തൂലദു. ഞാനേ നിങ്ങളെ ചെറുപ്പത്തിലും വലുപ്പത്തിലും നിങ്ങൾക്ക് നന്മ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നന്മ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് നന്മ ചെയ്തിട്ടുണ്ട് എന്ന് അബുൽ അസ്വദ് ദുവലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ. അപ്പൊ കുട്ടികളാകെ അന്തം വിട്ടു. അവര് പറഞ്ഞു, ചെറുപ്പത്തിലും വലുപ്പത്തിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയാ ഞങ്ങൾക്ക് നന്മ ചെയ്തത്? ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഇഖ്തർതു ലക്കും മിനൽ ഉമ്മഹാതി മൻ ലാ തുസബ്ബൂന ബിഹാ. ഞാൻ നിങ്ങൾക്ക് തെരഞ്ഞെടുത്തിട്ടുള്ള നിങ്ങളുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരിക്കലും പ്രയാസപ്പെടുത്താത്ത, നിങ്ങൾക്കൊരിക്കലും തന്നെ ആ ഉമ്മയാണ് ഞങ്ങൾക്ക് ഈ തെറ്റ് പഠിപ്പിച്ചു തന്നത് എന്ന് പറയാൻ പറ്റാത്ത, മറ്റുള്ളവർ നിങ്ങളെ ചീത്ത വിളിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു ഉമ്മയാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. കാരണം അത്രയും ഗുണകാംക്ഷയുള്ള പെരുമാറ്റങ്ങളാണ് നിങ്ങളുടെ ഉമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളെ നോക്കിയിട്ടുണ്ട്. ആ വാക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാ പ്രിയപ്പെട്ടവരെ. അത് വളരെ ഗൗരവമുള്ളതാണ്. കാരണം പലപ്പോഴും ഉമ്മമാരിൽ നിന്നാണ് കുട്ടികൾ പലപ്പോഴും പല തെറ്റുകളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മയാണ് ഏറ്റവും കൂടുതൽ കുട്ടിയുടെ സമയത്തുണ്ടാകുക, കുട്ടിയുടെ കൂടെ ഉണ്ടാവുക. പാപ്പയെ സംബന്ധിച്ചിടത്തോളം രാവിലെ പോകും, വൈകുന്നേരമാകുമ്പോൾ അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴാണ് തിരിച്ചു വരിക. വളരെ തുച്ഛമായ സമയം, വളരെ കുറഞ്ഞ സമയം മാത്രമാണ് വാപ്പമാരുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഉമ്മ നന്നായാൽ, ഒരു ഉമ്മ നന്നായാൽ ആ മക്കളെല്ലാവരും നേരാകും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്, യതീമായിരുന്നു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഉമ്മയാണ് ത്യാഗം ചെയ്തിട്ട് ഫലസ്തീനിലെ ഗസയിൽ നിന്ന് അദ്ദേഹത്തെ മദീനത്തേക്ക് കൊണ്ടുപോകുക. എന്റെ കുട്ടി പഠിക്കണം. ചെറിയ പ്രായം, 7ാമത്തെ വയസ്സിൽ അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കി. ഏകദേശം 10ാമത്തെ വയസ്സിൽ അന്നുണ്ടായിരുന്ന ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് ധാരണ ഉണ്ടായിരുന്നു. എത്രത്തോളം എന്നാൽ അദ്ദേഹത്തെയും കൂട്ടി, ഇമാം ഷാഫിയെയും കൂട്ടി അദ്ദേഹത്തിന്റെ ഉമ്മ മദീനത്തേക്ക് പോകുന്ന സമയത്ത് മദീനയിലെ അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നു. ഇമാം മാലിക്കിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ഇമാം ഷാഫി ഇമാം മാലിക് എഴുതിയിട്ടുള്ള അൽ മുവത്ത എന്ന് പറയുന്ന 1ാമത്തെ ഹദീസ് ഗ്രന്ഥം, ആദ്യമായിട്ട് ഹദീസ് പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഗ്രന്ഥം മുഴുവൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ടായിരുന്നു 10ാമത്തെ വയസ്സിൽ. അതിന്റെ എല്ലാ കാരണങ്ങളും നമ്മൾ പരിശോധിച്ചാൽ ഉമ്മയുടെ ഇടപെടലാണെന്ന് കാണാൻ പറ്റും. അത് കേവലം ഇമാം ഷാഫിയിലെ മാത്രമല്ല, ഈ 4 ഇമാമുമാരും അവരെല്ലാം യതീമുകളായിരുന്നു. വാപ്പ എല്ലാവരും നോക്കിയിട്ടുള്ളത് ഉമ്മമാരായിരുന്നു. അതുപോലെ തന്നെ പ്രഗൽഭ പണ്ഡിതനാണ് ഇമാം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ വാപ്പ ചെറിയ പ്രായത്തിലെ മരിച്ചു. വീടിന്റെ കാര്യങ്ങൾ വളരെ കഷ്ടമായിരുന്നു. ഇമാം സുഫിയാൻ സൗരി ആ ചെറിയ കുട്ടിയായിരിക്കും ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഞാൻ ജോലിക്ക് പോകാം, നമ്മൾ ഇങ്ങനെ പട്ടിണി അടക്കണ്ട, ഞാൻ ജോലിക്ക് പോകാം, എനിക്ക് പഠിക്കല്ല വേണ്ട. ഉമ്മ പറഞ്ഞു, നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്നാൽ നീ ജോലിക്കല്ല പോണ്ട, നീ പഠിക്കണം. ഞാൻ ജോലി ചെയ്ത് കൊണ്ടുവരും, നീ പട്ടിണി കിടക്കാതെ ഞാൻ നിന്നെ നോക്കും. നീ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ ദീന് പഠിച്ചാൽ മതി.
ആ ഉമ്മയുടെ ഇടപെടലാണ് ഇന്ന് ഞാൻ ഈ പേര് കേൾക്കുമ്പോ ഇമാം സുഫിയാൻ സൗരി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ റഹ്മത്ത് കിട്ടാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയൊക്കെ വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് ആ ഉമ്മയുടെ ഇടപെടലായിരുന്നു. എന്നാൽ ഈ ഉമ്മ ഏതെങ്കിലും ഒരു ഉമ്മ മോശമായാലോ അത് കുട്ടിയെ ബാധിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ. നമ്മൾ പലപ്പോഴും പറയും കുട്ടികൾ മോശമാകുമ്പോൾ അതൊന്നും എൻ്റെ കുറ്റമൊന്നും അല്ല, നൂഹ് നബിന്റെ മോനെന്നെ മോശമായിട്ടില്ലേന്ന്. നൂഹ് നബി മോശമായത് കൊണ്ടല്ല മകൻ മോശമായത്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കാഫിറുകൾക്കുള്ള ഒരു അവിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അവൾ. ഉമ്മ മോശമാകുമ്പോ മക്കൾ മോശമാകും. ഇത് ഞാൻ കേവലം ഉമ്മയിലേക്ക് മാത്രം ചാപ്പകുത്താൻ വേണ്ടി പറയല്ല, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഉമ്മ എന്നുള്ളത് ഉമ്മയുടെ ഇടപെടലിനനുസരിച്ചുകൊണ്ട് മക്കളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ വഴി തെറ്റാതിരിക്കണമെങ്കിൽ ആ വഴി കാണിക്കുന്ന വഴിയുടെ മുന്നിൽ ടോർച്ചും പിടിച്ചുകൊണ്ട് രക്ഷിതാവെന്ന നിലക്ക് നമ്മൾ ഉണ്ടാവണം. നമ്മൾ സുബഹിക്ക് കിടന്നുറങ്ങിയിട്ടും നേരെ പള്ളിയിലേക്ക് പോ എന്ന് പറഞ്ഞാൽ മക്കൾ ഒരുപക്ഷെ നമ്മളോട് എതിർത്ത് നിൽക്കാൻ കഴിയുന്ന കാലം വരെ അവരനുസരിക്കും. എന്നാൽ നമ്മളോടൊപ്പമായി കഴിഞ്ഞാൽ ഒരനുസരിക്കണമെന്നില്ല. അപ്പൊ ചോദ്യം ചെയ്യും, അല്ല വാപ്പ നിങ്ങൾക്കില്ലേ നിസ്കാരം? അല്ല ഉമ്മ നിങ്ങൾക്കില്ലേ നോമ്പ്? അല്ല ഉമ്മ ഇത് നിങ്ങൾക്കൊന്നും ബാധകല്ലേ? ചോദിക്കും. അവിടെയാണ് ഒന്നാമത്തെ പരിഹാരം, നമ്മൾ മന്നാണ്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഈ വാചകം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. പലപ്പോഴും നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴെന്നറിയോ? ഒന്ന് കല്യാണം കഴിഞ്ഞ് ഏതാനും മാസങ്ങളായി ഭാര്യ ഗർഭിണിയാവുന്നില്ല, അപ്പൊ നമ്മളൊരു പ്രാർത്ഥിക്കണം, റബ്ബേ നല്ലൊരു കുട്ടിനെ തരണേ, എനിക്കൊരു കുഞ്ഞിനെ തരണേ, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഒന്നാമത്തെ പ്രാർത്ഥന. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വല്ല അസുഖവും വന്ന് കുട്ടിക്ക് ബേജാറാകുന്നൊരവസ്ഥ, ഐസിയിൽ കുട്ടിനെ ഇങ്ങനെ കിടത്തുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ഉയരും, റബ്ബേ എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവരുത്. രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമത്തത് എപ്പോഴാണെന്നറിയോ? ആ കുട്ടി നമുക്കൊരു ചോദ്യചിഹ്നമായി സമൂഹത്തിന് മുന്നിൽ പ്രശ്നക്കാരനായി മാറുമ്പോൾ പല ആളുകളും നമ്മുടെ കുഞ്ഞിനെങ്ങനെ നോക്കിയിട്ട് ഇവനെന്താ ഇങ്ങനെയായി പോയത് എന്നിങ്ങനെ നമ്മളോട് നിരന്തരമായി ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, റബ്ബേ എൻ്റെ കുട്ടിനൊന്ന് നന്നാക്കണേ. ഈ മൂന്ന് സമയത്താണോ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന ചുരുക്കേണ്ടത്? ഈ മൂന്ന് സമയങ്ങളിൽ മാത്രമാണോ നിർവഹിക്കേണ്ടത്? അല്ല, എല്ലാ സമയത്തും പ്രാർത്ഥിക്കണം, എല്ലാ സമയത്തും പ്രാർത്ഥിക്കണം. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മളിൽ പല ആളുകളും അത് മറന്നു പോവുകയാണ്. അപ്പൊ മക്കളെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉണ്ട്. അവിടെ മക്കളെ തരണേന്നല്ല പറയണത്, ഏതെങ്കിലും ഒരു കുഞ്ഞിനെ തരണേന്നല്ല, യാതൊരു കുഴപ്പമില്ലാത്തൊരു കുട്ടിനെ തരണേന്നല്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയുണ്ട് വിശുദ്ധ ഖുർആനിൽ, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, റബ്ബേ സാലിഹായ ഒരു കുഞ്ഞിനെ നീ എനിക്ക് നൽകണേ. ഏതെങ്കിലും ഒരു കുഞ്ഞിനെയല്ല, സാലിഹത്താവണം, എനിക്ക് ഉപകാരമുള്ളതാവണം, പരലോകത്ത് എനിക്ക് താങ്ങും തണലുമായി നിൽക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാവണം, ഈ ദുനിയാവിൽ എന്നെ പ്രയാസപ്പെടുത്താത്തതാവണം. അതാണ് സ്വാലിഹ്. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന മാത്രമല്ല, സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞാൽ കാലങ്ങളോളം മക്കളില്ലാതെ പ്രയാസപ്പെട്ട ആളാണ്. എത്രയെന്ന് ചോദിച്ചാൽ അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനയിൽ തന്നെ കാണാൻ പറ്റും, റബ്ബേ എന്റെ തലയാകെ നരച്ചിട്ടുണ്ട്, എന്റെ ബലമാകെ ക്ഷയിച്ചിട്ടുണ്ട്, എങ്കിലും റബ്ബേ ഞാൻ നിന്നോടുള്ള പ്രാർത്ഥനയിൽ നിരാശനല്ല. എന്നിട്ട് സക്കരിയ നബി അലൈഹി സ്വലാം നടത്തുന്ന പ്രാർത്ഥന ഉണ്ട്, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, ദുർരിയതൻ ത്വയ്യിബ, ത്വയ്യിബായിട്ടുള്ള നല്ല ഒരു കുഞ്ഞിനെ എനിക്ക് തരണം. ഹറാമുകളിലേക്ക് പോകാത്ത ഒരു കുട്ടി, അനുസരണയുള്ള ഒരു കുട്ടി, അല്ലാഹുവിനെ അനുസരിക്കുന്ന ഒരു കുട്ടി, അങ്ങനത്തെ ഒരു കുട്ടിനെ റബ്ബേ എനിക്ക് തരണം. സക്കരിയ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച ഈ രണ്ട് വാക്കുകൾ നോക്ക്. ഖുർആനിൽ മക്കളെ കുറിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നടത്തേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്വാലിഹാവണം, മറ്റൊന്ന് ത്വയ്യിബാകണം. അവിടെ തീർന്നോ? ഇല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെയും നടത്തിയ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ പറ്റും. സത്യവിശ്വാസികളുടെ പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. സത്യവിശ്വാസികളുടെ അടയാളങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ മക്കളുടെ വിഷയത്തിൽ നടത്തുന്ന പ്രാർത്ഥന ഉണ്ട്. വല്ലദീന യഖൂലൂന റബ്ബന
റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. സത്യവിശ്വാസികൾ പറയുന്നതാണ് വല്ലദീന യഖൂലൂന, സത്യവിശ്വാസികൾ പറയുന്നതാണ് റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ, എന്റെ ഇണകളിൽ, എന്റെ ഭാര്യയിൽ, എന്റെ മക്കളിൽ എനിക്കൊരു കൺകുളിർമ നൽകണേ. അവരെ നീ സ്വാലിഹായ മക്കളാക്കി അവർക്കുള്ള ഒരു ഇമാമാക്കി മാറ്റണേ. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ആദ്യം പറഞ്ഞത് എന്താ? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ, എന്റെ സൗജിന്റെ വിഷയത്തിൽ, എന്റെ ഇണയുടെ കാര്യത്തിൽ എനിക്ക് നല്ലൊരു ഇണനെ തരണേ. എന്നിട്ടാ പിന്നെന്ത് പറയണത്? എന്തുരിയാത്തിന, മക്കളെ കാര്യം പിന്നെ വരുന്നേ. അവിടെയാണ് നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് കൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. നല്ല ഒരു ഇണ, അതേപോലെ തന്നെ നല്ല മക്കൾ, അതെപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയിൽ, മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ പറ്റും, വഇദ് ഖാല ഇബ്രാഹിം റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിനാ വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭം, അദ്ദേഹം മക്ക രാജ്യത്തിന്റെ വിഷയത്തിൽ പറയുകയാണ്, റബ്ബേ, ഈ രാജ്യത്തെ നീ നിർഭയത്വത്തിന്റെ നാടാക്കി മാറ്റണേ. അതിനുശേഷം അദ്ദേഹം പറയാണ്, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും എന്നെ നീ അകറ്റി നിർത്തണേ, എന്റെ മക്കളെ നീ അകറ്റി നിർത്തണേ. ആ വാക്ക് ശ്രദ്ധിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരാ? അള്ളാഹുവിന്റെ ഖലീല, വലിയ അറിവുള്ള ആളാ, ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ മക്കളോ അവരും പ്രവാചകരാണ്. എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കാണ്, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് മാറ്റി നിർത്തണേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്ര ഗൗരവമുണ്ട് അതിന്. നമ്മൾ എത്ര ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രം മക്കൾക്ക് വേണ്ടിയിട്ടാണ് പറയണത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട്, മോനെ, നീ അല്ലല്ലാത്ത ഒരാളെയും വിളിക്കാൻ പാടില്ല കേട്ടോ, നിന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും അല്ലാഹനെ നീ വിളിക്കണേ, പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് ആശങ്ക തോന്നിയിട്ടുണ്ട്. എൻ്റെ കുട്ടി കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ പടച്ചോനൊക്കെ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമോ? ആ പേടിയിൽ നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്നുള്ളത് എത്ര ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു ചരിത്രം പറഞ്ഞുതരാം. ഇസ്ലാമിക ചരിത്രത്തിൽ ഫുദൈൽ ബിൻ അയാദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ മോശത്തരങ്ങൾ ചെയ്തിരുന്ന ആളാണ് ഫുദൈൽ ബിൻ അയാദ്. പക്ഷെ അദ്ദേഹം പിന്നീട് തെറ്റൊക്കെ ബോധ്യപ്പെട്ട് അദ്ദേഹം നന്മയിലേക്ക് വന്നു, കല്യാണമൊക്കെ കഴിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ ചില പരീക്ഷണങ്ങൾ, അദ്ദേഹത്തിന്റെ മകനായ അലി ഇബ്നു ഫുദൈൽ, ഈ അലി വാപ്പ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപദേശിച്ചിട്ടും മകൻ നേരാവുന്നില്ല. മകൻ എല്ലാ അർത്ഥത്തിലും വഴിതെറ്റിക്കൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് ഫുദൈൽ ബിൻ അയാദ് റഹ്മത്തുള്ളാഹി അലൈഹി നടത്തുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അള്ളാഹുവേ, ഞാൻ അലിയെ, എൻ്റെ മകനായ അലിയെ അച്ചടക്കം പാലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നോക്കി, എൻ്റെ മാക്സിമം ഞാൻ ചെയ്തു. റബ്ബേ, എന്നെ കൊണ്ട് കഴിയണില്ല. അതിനാൽ എൻ്റെ മകൻ്റെ കാര്യത്തിൽ റബ്ബേ നീ ഒന്ന് ഇടപെടണം. എൻ്റെ മകന് നീ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കണേ, അവന് ദീനൊന്ന് പഠിപ്പിച്ചു കൊടുക്കണേ, അവനൊന്ന് നന്നാക്കി തരണേ. ഒരു വാപ്പയായ ഫുദൈൽ ബിൻ അയാദിന്റെ പ്രാർത്ഥനയായിരുന്നു. ചരിത്രത്തിൽ കാണാൻ പറ്റും, അള്ളാഹു അത് ഏറ്റെടുത്തു. അള്ളാഹു ഏറ്റെടുത്തു. എത്രത്തോളം എന്നാൽ മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വാചകമുണ്ട്, ഖൈറുൻ നാസ് അൽ ഫുദൈൽ ബിൻ അയാദ്. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആള് ഫുദൈൽ ബിൻ അയാദ് ആയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഖൈറും മിൻഹു ഇബ്നുഹു അലി. ആ ഫുദൈലിനേക്കാൾ ഖൈറായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകൻ അലിയായിരുന്നു. അത്രത്തോളം മാറി. ഒരു വാപ്പന്റെ പ്രാർത്ഥനയ്ക്ക് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ അടുക്കൽ പരിഗണന ഉണ്ട്. ഉമ്മാന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ഇമാം ബുഖാരിന്റെ പേര് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇമാം ബുഖാരി ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പ്രാർത്ഥന നിമിത്തമാണ് അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടിയത്.
ഉമ്മാന്റെ പ്രാർത്ഥനന്റെ ആ ആഴം എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൂടി. ഇനി നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തി, ഇന്നും ജീവിച്ചിരിക്കുന്ന മക്കയിലെ ഇമാം, ഏകദേശം 20 വർഷത്തിലേറെയായി മക്കയുടെ ഇമാമുൽ ഹറമൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിളഹുല്ലാ. മക്കയിലെ ഇമാം എന്ന പേരിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യം, അദ്ദേഹം പറയാണ്, കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ വലിയ വികൃതിയായിരുന്നു. എപ്പോഴും ഇങ്ങനെ വികൃതി കാണിച്ചുകൊണ്ട്, അനുസരണക്കേട് കാണിച്ചുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് ചില വിരുന്നുകാർ വന്നു. ആ വിരുന്നുകാർ വന്നപ്പോൾ അവർക്ക് എൻ്റെ ഉമ്മ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടിയായിരിക്കുന്ന ഞാൻ കുറച്ച് മണ്ണെടുത്തിട്ട് ആ ഭക്ഷണത്തിൽ കൊണ്ടുപോയിട്ടു. കുട്ടിത്തത്തിൻ്റെ ചില പ്രവർത്തനങ്ങളായി. എല്ലാവരും നോക്കി നിൽക്കുന്ന സമയം എൻ്റെ ഉമ്മ ഓടി വന്നിട്ട് എന്നെ ചേർത്ത് നിർത്തിയിട്ട് പ്രാർത്ഥിച്ചു, റബ്ബേ എൻ്റെ മകനെ നീ ഹറമിൻ്റെ ഇമാമാക്കി മാറ്റണേ. ആ വാചകം നോക്ക്. ഏതൊരു ഉമ്മയും ശാപത്തിന്റെ വാക്ക് പറയുന്ന സമയം, ഏതൊരു ഉമ്മയും പൊട്ടിത്തെറിക്കുന്ന സമയം, ഏതൊരു കുടുംബക്കാരും ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന സമയം, പക്ഷേ ആ ഉമ്മ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞത്, എൻ്റെ മകനെ നീ ഹറമിന്റെ ഇമാമാക്കി മാറ്റണേ. അത് അദ്ദേഹം പറയുന്ന വാചകം ഇപ്പോഴും യൂട്യൂബിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഉമ്മയുടെയും വാപ്പയുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരു നിരാശരായി ജീവിക്കേണ്ട, മക്കളുടെ കാര്യത്തിൽ നിരാശ വേണ്ട പ്രിയപ്പെട്ടവരെ. നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കളിൽ നമുക്കൊരു സന്തോഷവും സമാധാനവും ഉണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മക്കൾ വഴിതെറ്റാതിരിക്കാൻ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവർക്ക് തെർബിയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട സമയത്ത് വേണ്ട തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. ആ രൂപത്തിൽ നമ്മൾ അവരെ പരിഗണിക്കണം. നമുക്കറിയാം, നമ്മുടെ ഭാര്യ ഗർഭിണിയായി എന്നറിഞ്ഞാൽ ആദ്യത്തെ മാസങ്ങളിൽ അത് ഇന്നതാണ് കഴിക്കേണ്ടത്, ആ സമയത്ത് ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഓരോ ഘട്ടവും നമ്മൾ ചോദിച്ചറിയും. എന്തുകൊണ്ട്? നമ്മുടെ കുട്ടിയുടെ വളർച്ച നന്നാവണമെന്ന അതിയായ ആഗ്രഹം. ആ കുട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു കുറവുമില്ലാത്ത നല്ല ഒരു കുട്ടിയായി മാറണമെന്ന ആഗ്രഹം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും ഇപ്പൊ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കുണ്ടോ? ഒരു രക്ഷിതാവെന്ന നിലക്ക് നമ്മൾ സ്വയം ചോദിക്കാൻ വേണ്ടി മാത്രം പറയാം. പണ്ട് നമ്മുടെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭാര്യയുടെ വയറിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് നമ്മൾ സന്തോഷത്തിന്റെ കണ്ണീര് വരുന്ന സമയത്തും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സമയത്തും നമ്മൾ ചോദിച്ചിട്ടുണ്ട്, എന്ത് കഴിക്കാൻ പറ്റും, എന്ത് കഴിക്കാൻ പറ്റൂല, എന്ത് കാണാൻ പറ്റും, എന്ത് കാണാൻ പറ്റൂല. ആ ഘട്ടങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ തിരിച്ചറിയുന്നില്ല? അവിടെ നമ്മൾ സാന്ദർഭികമായി കൊണ്ട് മാത്രം പറയട്ടെ, പലപ്പോഴും ഗർഭിണികളായ ആളുകൾ അവര് പേടിക്കുന്ന കാര്യങ്ങളൊന്നും കാണാൻ പാടില്ല, അവർക്ക് വിഷമുണ്ടാക്കുന്ന വാർത്തകളൊന്നും വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം പറയും, കുട്ടിയെ അത് ബാധിക്കും. എന്നാ പ്രിയപ്പെട്ടവരെ, ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നു, സിനിമകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു, സമയം പോണ്ടേ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടോ പ്രസവിച്ചതിന് ശേഷം ഈ കുട്ടി നന്നാവണം എന്ന് പറഞ്ഞാൽ അതുണ്ടാവും. അവിടെ ആ ഒരു ഗർഭിണിയായിരിക്കുന്ന സമയത്തും അള്ളാഹുവിന്റെ കലാമ് കേൾക്കണം, ദീനിയായ കാര്യങ്ങൾ കേൾക്കണം. എപ്പോഴും ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളും ക്ലാസ്സുകളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ആ കുട്ടിക്ക് അത് കേൾക്കാൻ കഴിയും. ആ കുട്ടിയുടെ ജീവിതത്തിൽ അതൊരു മാറ്റങ്ങൾ ഉണ്ടാകും. അവിടെയാണ് ഒരു രക്ഷിതാവെന്ന നിലക്ക് നമ്മുടെ മക്കളുടെ ഓരോ ഘട്ടവും, വളർച്ചയുടെ ഘട്ടമാവട്ടെ, അവരുടെ ക്ലാസ്സുകളുടെ ഘട്ടമാവട്ടെ, എല്ലാം നമുക്കൊരു ബോധ്യം ഉണ്ടാവും. അത് ബോധ്യപ്പെടുന്നതോടൊപ്പം ആ കുട്ടിയെ സ്നേഹത്തോടു കൂടി തിരിച്ചു കൊടുക്കാൻ കഴിയണം. ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ അനുസരണക്കേട് കാണിക്കും, ചിലതൊക്കെ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലായിരിക്കും. എന്നാൽ അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഗുണപാഠങ്ങളുണ്ട്. നമുക്ക് കാണാൻ കഴിയും, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുക. ആ സമയത്ത് ഉമർ ബിൻ അബി സലമ റളിയല്ലാഹു അൻഹുമ അങ്ങോട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മകനാണ്, അഥവാ ആദ്യ ഭർത്താവിലെ കുട്ടിയാണ്. ഈ കുട്ടിയായിരിക്കുന്ന ഉമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഇരിക്കുന്ന ആ ഒരു സദസ്സിൽ ഇരുന്നിട്ട് ഈ ഭക്ഷണം ഇങ്ങനെ ഓരോന്നിങ്ങനെ വാരാൻ തുടങ്ങി. ഇത് കണ്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിനോട് പറയാണ്, യാ ഗുലാം സമ്മില്ല,
കുൽ ബിയമീനിക് വകുൽ മിമ്മാ യലീക്. മോനെ, ഭക്ഷണം കഴിക്കുമ്പോഴേ ബിസ്മില്ല പറയണം കേട്ടോ. വലത്തെ കൈകൊണ്ട് കഴിക്കണം, നിന്റെ അടുത്തുനിന്ന് കഴിക്കണ്ടേ. മഹാനായ ഉമർ ബിൻ അബി സലമ റളിയല്ലാഹു അൻഹു പറയുന്ന വാചകമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അങ്ങനെ ഉപദേശിച്ചതിന് ശേഷം പിന്നെ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉപദേശം ഞാൻ തെറ്റിച്ചിട്ടില്ല. കുട്ടിയായിരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു ഉപദേശമാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം അത് ഓർത്തു വെച്ചിട്ട് പറയാം. അതാണ് ഉപദേശം എന്ന് പറഞ്ഞാൽ, അല്ലാതെ കുറെ ദേഷ്യപ്പെടലല്ല. ആ കുട്ടി എല്ലാവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആക്ഷേപിക്കലല്ല. ചില രക്ഷിതാക്കളൊക്കെ കുട്ടികൾ എന്തെങ്കിലും കേസിൽ പിടിക്കപ്പെട്ടാൽ ഉടനെ ചോദിക്കുന്ന ചോദ്യം, നീ എന്നെ ആലോചിച്ചോ, നിന്റെ ഉമ്മാനാലോചിച്ചോ, നമ്മുടെ തറവാനാലോചിച്ചോ, ഇതൊക്കെ ചോദിക്കണത്. അതൊക്കെ കുട്ടി ആലോചിച്ചിട്ട് തന്നെയാണ് ആ തെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെയാണ് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞ വാചകം നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ നൽകുന്ന ഉപദേശം വിശുദ്ധ ഖുർആനിലുണ്ട്. ആ മകനോട് പറയാണ്, മോനെ, നീ ഒരു പാറയുടെ ഭാഗത്ത് പോയി, ആരും കാണാനില്ലാത്ത സമയത്ത് ഒരു പാറക്കുള്ളിൽ പോയി നീ ഒരു തെറ്റ് ചെയ്താലും അത് അള്ളാഹ് കൊണ്ടുവരുട്ടോ. അള്ളാഹ് കാണുന്നുണ്ട്. അതാ ബോധ്യപ്പെടുത്തില്ല. അള്ളാഹ് കാണുന്നുണ്ട്. അള്ളാഹിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അള്ളാഹുവിനെ കുറിച്ചാണ് ബോധ്യപ്പെടുത്തേണ്ടത്. നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമല്ല, വാപ്പയുടെ ജീവിതത്തിലെ മറ്റു ഘട്ടങ്ങളെ കുറിച്ചല്ല. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു, നിന്റെ ഉമ്മ അങ്ങനെയായിരുന്നു, എന്റെ വാപ്പ എന്നെ എത്ര തല്ലിയിട്ടുണ്ട്, ഇതൊന്നും പറയേണ്ടതില്ല. നമുക്ക് ദീനാണ് അവരുടെ മുന്നിൽ വെച്ചു കൊടുക്കുന്നത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനപ്പുറത്ത് കുട്ടിയായിരിക്കുന്ന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക ബികലിമാത്. മോനെ, ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. വളരെ സ്നേഹത്തോടു കൂടിയാ പറയുന്നത്. ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. എന്നിട്ട് പറയാണ്, ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക. നീ അള്ളാഹനെ സൂക്ഷിക്കുക, എന്നാൽ അള്ളാഹ് എന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ് തജിദുഹു തുജാഹക്. നീ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹ് നിനക്ക് കാണാൻ പറ്റും. നിന്റെ പല പ്രതിസന്ധികളിലും അള്ളാഹന്റെ സഹായം നിനക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്. നീ എന്ത് ചോദിക്കുകയാണെങ്കിലും അള്ളാഹിനോട് ചോദിച്ചു. നീ എന്ത് സഹായം തേടുകയാണെങ്കിലും അള്ളാഹിനോട് സഹായം തേടിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ ഈമാനിനെ ഉറപ്പിച്ചുകൊണ്ടൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലവിജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ കതബഹു അല്ലാഹു ലക. കുറച്ച് ആളുകൾ നിന്നെ സഹായിക്കണമെന്ന് അവർ വിചാരിച്ചു. കുറച്ച് ആളുകൾ കൂടിയിട്ട് നിന്നെ സഹായിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിനക്ക് വിധിച്ചിട്ടില്ല, എന്നാൽ അത് നിനക്ക് കിട്ടൂല. കുറച്ച് ആളുകൾ കൂടി നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അള്ളാഹു നിനക്കത് വിധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നിന്നെ ഉപദ്രവിക്കാനും കഴിയൂല. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല ഉപദേശം കൊടുക്കണം. ആ കുട്ടി അത് മനസ്സിലാക്കുന്നതോടുകൂടി അള്ളാഹുലേക്ക് അടുക്കാൻ. ഇന്ന് എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളിൽ പല ആളുകളും ഇങ്ങനെ പല ചിന്തകളിലേക്കും പോകുന്നു എന്ന് ആശങ്കയോടുകൂടി പറയേണ്ടി വരുന്നത്? ആ രക്ഷിതാവിന് കുട്ടിയെ അടുത്ത് നിർത്തിക്കൊണ്ട് റബ്ബിനെ കുറിച്ച് പറയാൻ കഴിയൂല. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ ഇരിക്കുന്ന ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കും, നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തിയിട്ട് നമ്മൾ അള്ളാനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അള്ളാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഈ മരണത്തിന് ശേഷമുള്ള ജീവിതം എന്താന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ ഒരു മദ്രസയിൽ ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ഖുർആൻ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ, കുറച്ചൊക്കെ പള്ളിയിൽ നിന്ന് കേൾക്കും, ഇതൊക്കെ മതി. ആര് പറഞ്ഞാലും വാപ്പയായ നമ്മൾ പറയുന്നതിന്റെ അത്ര വരൂല, ഉമ്മയായ നമ്മൾ പറയുന്നതിന്റെ അത്ര വരൂല. കാരണം നമ്മൾ സ്നേഹത്തിൽ നിന്നാണ് പറയുന്നത്. അവരെ ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ളത് നമ്മളാ. അതുകൊണ്ട് നമ്മൾ അവരെ ചതിക്കൂല എന്നുള്ള വിശ്വാസം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഏറെ ഗൗരവത്തോടു കൂടി കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കലനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ മക്കൾ വഴിതെറ്റാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ, ചില പരിഹാരങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതിൽ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും, നമ്മൾ അവർക്ക് വേണ്ടി റോൾ മോഡൽ ആയാലും,
നമ്മൾ അവർക്ക് വേണ്ടി തെർബിയത്ത് നടത്തിയാലും ചില സാഹചര്യങ്ങൾ മക്കളെ വഴിതെറ്റിക്കും. അതിൽ സാഹചര്യങ്ങളിൽ ഒന്നാമത്തതാണ് കൂട്ടുകെട്ട് എന്നുള്ളത്. കൂട്ടുകെട്ടിനനുസരിച്ച്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അർറജുലു അലാ ദീനി ഖലീലിഹി. ഒരാള് അയാളുടെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. ഒരാൾ അയാളുടെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. അതുകൊണ്ട് നിങ്ങൾ നല്ല ശ്രദ്ധിച്ചോ, ആരുടെ കൂടെയാണ് നിങ്ങൾ കൂടേണ്ടത്. ഇവിടെ ഏതെങ്കിലും മറ്റു മതക്കാരായ ആളുകളെ കൂടെ നിൽക്കാൻ പാടില്ല എന്നോ അവരെ കൂട്ടുകാരാക്കാൻ പാടില്ല എന്നോ ഒന്നല്ല പറഞ്ഞു. മറിച്ച് ആരുടെ കൂടെയാണോ നമ്മൾ നിൽക്കുന്നത്, അയാൾ തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ മെല്ലെ മെല്ലെ നമ്മളും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അയാൾ നന്മയുടെ ആളാണെങ്കിൽ നമ്മൾ നന്മയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വിശദീകരിച്ചു. ചില ഹദീസുകളിൽ കാണാൻ പറ്റും, ഒരാൾ കൂട്ടുകെട്ട് സ്വീകരിക്കുന്നത് കസ്തൂരി വിൽക്കുന്നവനെ പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണം, ഒരു കസ്തൂരി വിൽക്കുന്നവനെ ഒരാൾ കൂട്ടുകാരനായി സ്വീകരിച്ചാൽ ഒന്നുകിൽ ഈ കസ്തൂരി വിൽപ്പന നടത്തുന്ന ആള് നിനക്ക് വെറുതെ തരും, ഇത് നീ എടുത്തു എന്ന് പറഞ്ഞിട്ട് തരും. അതല്ലെങ്കിൽ നീ പണം കൊടുത്താൽ അവൻ നിനക്ക് തരും, അപ്പോഴൊക്കെ നിനക്ക് സുഗന്ധമുണ്ട്. അതല്ലെങ്കിലോ അവന്റെ അടുത്ത് നിന്നാൽ തന്നെ, കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്നാൽ തന്നെ നിനക്ക് കുറച്ചൊരു സുഗന്ധം ഉണ്ടാവും. എത്ര സുന്ദരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം കൂടി പറഞ്ഞു. ഉലയിൽ ഊതുന്ന ഒരു മനുഷ്യൻ, ആ തീ ഇങ്ങനെ കത്തിച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കരിയും പുകയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. തീയിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശപ്പെട്ട കൂട്ടുകാരനെ പറഞ്ഞത് അങ്ങനെയാണ്. നീ അവന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ അതിൽ നിന്നുള്ള ആ തീ ഇങ്ങനെ ആളി അത് നിന്റെ ശരീരത്തിലോ നിന്റെ വസ്ത്രത്തിലോ വരും. അതല്ലെങ്കിൽ ഒരു പക്ഷേ നിനക്ക് മോശമായ സ്മെല്ല്, വാസന അവിടെ കിട്ടും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നീ എത്തും. ഈ ഉദാഹരണം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും ശ്രദ്ധിക്കണം. ഒട്ടുമിക്ക മക്കളും വഴിതെറ്റുന്നതിന്റെ കണക്ക് നമ്മളെന്നെ ഇങ്ങനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും 10ാം ക്ലാസ് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, 8ാം ക്ലാസ് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ +2 വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പിന്നെന്താണെന്നറിയില്ല. അതിൻ്റെ പരിഹാരമാണ് നമ്മൾ നമ്മുടെ മക്കളുടെ കൂട്ടുകാരന്മാരെ ഒന്ന് പരിചയപ്പെടണം, അവരുടെ അവസ്ഥകൾ അറിയണം. ആരാണ് നമ്മുടെ മക്കളുടെ കൂട്ടുകാരെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം. എപ്പോഴും മക്കളുടെ കൂട്ടുകാരെ സംശയത്തോടുകൂടി കാണണമെന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് അവരാരാണ് എന്നും അവരെവിടേക്ക് പോകുന്നുണ്ട് എന്നും ചെറിയ രൂപത്തിലെങ്കിലും ചെറിയ സാഹചര്യമെങ്കിലും നമ്മൾ കണ്ടു ബോധ്യപ്പെടണം. അതല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പ്രായം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്തതാണ്. കുറച്ചാളുകൾ എന്തെങ്കിലും ഒരു പൊടി കൊടുത്തിട്ട് നീ അത് കൊണ്ടുപോയി കൊടുത്താൽ നിനക്കതാ ഒരു ഫോൺ ഞങ്ങൾ തരാമെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവൻ ഇറങ്ങും. കാരണം അവന് ചില ആവശ്യങ്ങളുണ്ട്. അവൻ അറിയൂല ഇതിന്റെ ഗൗരവം എത്രയാണെന്ന്. ഇത് പിടിക്കപ്പെട്ടാൽ എത്ര കാലം ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളത് അവൻ അറിയൂല. അതുകൊണ്ടാ പലരും പിടിക്കപ്പെടുന്നത്, അതുകൊണ്ടാ പലരും ഇറങ്ങുന്നത്. അതുകൊണ്ട് ബോധ്യപ്പെടുത്തണം. അതിന് അങ്ങനെയുള്ള കൂട്ടുകെട്ടിനെ, നല്ല ദീനിയായിട്ടുള്ള കൂട്ടുകെട്ടിനെ നമ്മൾ അറിയിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ ദീന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ടൈമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ആദ്യത്തെ ഒരു 10 വയസ്സ് വരെയാണ് കുട്ടികൾക്ക് അധികം ദീന് പഠിപ്പിച്ചു കൊടുക്കുക. 10 വയസ്സ് വരെ. കാരണം 5ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നിർത്തി. ഒരു കുട്ടിയുടെ ബുദ്ധി വളർച്ചയും അവൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതുമായിട്ടുള്ള സമയമുണ്ട്. അവൻ വഴി തെറ്റാൻ ഏറ്റവും കൂടുതൽ സാഹചര്യമുള്ള അവന്റെ സമയമുണ്ട്. ആ സമയത്ത് ദീനിന്റെ ഒന്നും അറിയിച്ചു കൊടുക്കില്ല. അതോ ഓൻ അങ്ങോട്ട് ടൂർ പോയി എന്നാ പറയാം. അവൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, രക്ഷിതാവിന് ഒരു റോളും ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, 10 വയസ്സുള്ള കുട്ടി 9 വയസ്സുള്ള കുട്ടിയൊക്കെ എത്ര തെറ്റ് ചെയ്യുന്നുള്ളത് ഏകദേശം നമുക്കറിയാൻ പറ്റും. പക്ഷേ ആ കുട്ടി ഒരു +2 കഴിഞ്ഞാൽ, ഒരു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുമ്പോൾ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടുന്നില്ല. അവിടെയാണ് ആ കുട്ടികളെ ദീൻ എത്തിക്കേണ്ടത്, അവർക്ക് ദീൻ അറിയിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനെന്താണോ സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ മക്കൾക്ക് ദീന് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നാളെ നമുക്കെതിരെ വിരൽ ചൂണ്ടുന്നൊരവസ്ഥ. റബ്ബേ, എൻ്റെ വാപ്പ എനിക്ക് ദീന് പറഞ്ഞു തന്നിട്ടില്ല, അതിനുള്ള ഒരു സൗകര്യവും ചെയ്തു തന്നിട്ടില്ല എന്ന് നമുക്കെതിരെ നമ്മുടെ മക്കൾ പരാതി പറയാതിരിക്കട്ടെ. അതിനു വേണ്ടി നമ്മൾ ഇറങ്ങണം. നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ അതിൻ്റെ സൗകര്യങ്ങൾ എന്താണ്, ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മക്കളെയെല്ലാം അല്ലാഹു സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകുമാറാവട്ടെ.
നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.